ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺസ് ആണ് നോക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ചായിട്ട് തുടക്കമായതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു മുന്നേറാം. എന്താണ് കളക്റ്റീവ് നൗൺസ്? ഒരു കൂട്ടത്തെ പൊതുവായി വിളിക്കുന്ന പേരാണെന്ത്? കളക്റ്റീവ് നൗൺസ്. അപ്പം കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഒരു കൂട്ടത്തെ പൊതുവായി വിളിക്കുന്ന പേരാണ്. ഉദാഹരണം നോക്കിയാലോ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം മാനുകളെ കാണുകയാണെങ്കിൽ ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. അതുപോലെ ഒരു കൂട്ടം സിംഹങ്ങളെ കാണുകയാണെങ്കിൽ ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഇത് കളക്റ്റീവ് നൗൺസ്. അപ്പം ഒരു കൂട്ടത്തെ പൊതുവായി വിളിക്കുന്ന പേരാണെന്ത്? കളക്റ്റീവ് നൗൺസ്. ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ലയൺസ്, സിംഹങ്ങളുടെ കളക്റ്റീവ് നൗൺ എന്താണ്, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ കളക്റ്റീവ് നൗൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിംഹങ്ങൾ ആരാണ്? കാട്ടിലെ രാജാക്കന്മാരാണ്. രാജാക്കന്മാരെന്താണ്? ഭയങ്കര പ്രൗഢിയോട് കൂടിയല്ലേ നടക്കുന്നത്. അപ്പം കാട്ടിലെ രാജാവായ സിംഹവും എന്താണ്? ഭയങ്കര പ്രൗഢിയോട് കൂടിയാണ് നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പം സിംഹത്തിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? പ്രൈഡ് എന്നാണ്. പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ പ്രൗഢോടുകൂടി, ഭയങ്കര അഭിമാനത്തോടു കൂടിയൊക്കെയാണ്. കാട്ടിലെ രാജാക്കന്മാരല്ലേ, അപ്പം അവർ നടക്കുന്നത് ഭയങ്കര അഭിമാനത്തോടു കൂടി പ്രൗഢോടുകൂടിയാണെന്ന് ഓർത്തു വെക്കുക. അതിലൂടെ നമുക്ക് പ്രൈഡ് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം എന്താണ് സിംഹങ്ങളുടെ അല്ലെങ്കിൽ ലയൺസിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? പ്രൈഡാണ്. അപ്പം എന്താണ്? സിംഹങ്ങൾ കാട്ടിലെ രാജാക്കന്മാരാണ്. രാജാക്കന്മാർ ഭയങ്കര പ്രൗഢോടു കൂടിയാണ് നടക്കുന്നതെന്ന് ഓർത്തു വെച്ചാൽ സിംഹത്തിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? പ്രൈഡ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പം എ പ്രൈഡ് ഓഫ് ലയൺസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഹെഡ്, HERD, ഹെഡ് കളക്റ്റീവ് നൗണായി വരുന്ന ചില ജീവികളെ നോക്കാം. ഇത് ഓർത്തു വെക്കുവാൻ വളരെ എളുപ്പമാണ്. സസ്യപുക്കുകൾ, അതായത് സസ്യം മാത്രം ഭക്ഷിക്കുന്ന ജീവികളുടെ കൂട്ടത്തെ പൊതുവെ ഏത് പേരിലാണ് പറയുന്നത്? ഹേഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ് ഹേഡ് എന്ന് കളക്റ്റീവ് നൗണായി വരുന്നത്? എങ്ങനെയുള്ള ജീവികളാണ്? സസ്യപുക്കുകൾ, അതായത് സസ്യം മാത്രം ഭക്ഷിക്കുന്ന ജീവികളുടെ കൂട്ടത്തെ പൊതുവെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഹേഡ് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം കൗസ്, പശുക്കൾ, അതുപോലെ തന്നെ എലിഫൻസ്, ആന, ജിറാഫ്, ഡിയർ, മാനുകൾ, ഷീപ്പ്, ചെമ്മരിയാട്, ഗോട്ട്, ആട്, അതുപോലെ തന്നെ ബഫലോസ്. ഇതെല്ലാം എന്താണ്? സസ്യപുക്കുകളാണ്, സസ്യം മാത്രം ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇവയെല്ലാം വിളിക്കുന്ന പേരെന്താണ്? ഹേഡ് എന്നാണ്. അപ്പം ഒന്നുകൂടി നോക്കുക. ഹേഡ് കളക്റ്റീവ് നൗണായി വരുന്ന ചില ജീവികൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് അത് ഓർത്തു വെക്കുന്നത്? സസ്യപുക്കുകൾ, അതായത് സസ്യം മാത്രം ഭക്ഷിക്കുന്ന ജീവികളുടെ കൂട്ടത്തെ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹേഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു ഹേഡ്, ജിറാഫ് ഹേഡിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്നാൽ ജിറാഫിന് മറ്റൊരു കളക്റ്റീവ് നൗൺ കൂടിയുണ്ട്. ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ്? ഒരു ടവർ പോലെ ഉയർന്നു നിൽക്കുമല്ലേ. ഒരു ടവർ എങ്ങനെ നിൽക്കുന്നോ അതുപോലെയല്ലേ ജിറാഫിൻ്റെ കഴുത്തും ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ജിറാഫിൻ്റെ മറ്റൊരു കളക്റ്റീവ് നൗൺ ആണ് ടവർ. അപ്പം ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ്? ടവർ പോലെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് ജിറാഫിന് മറ്റൊരു കളക്റ്റീവ് നൗൺ ഉണ്ട്. അത് ഏതാണ്? ടവറാണ്. അപ്പം ജിറാഫിന് രണ്ട് കളക്റ്റീവ് നൗൺ ഉണ്ട്. ഏതൊക്കെയാണ്? എ ഹേഡ് അല്ലെങ്കിൽ ടവർ ഓഫ് ജിറാഫ്സ് എന്നാണ്. അപ്പം ഹേഡ് വന്ന എന്തുകൊണ്ടാണ്? സസ്യപുക്കായതുകൊണ്ട് ഹേഡ് വന്നു. അതുപോലെ തന്നെ ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ്? ഒരു ടവർ പോലെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ടവർ എന്നും കളക്റ്റീവ് നൗൺ വിളിക്കാം. അപ്പം എ ഹേഡ് ഓർ ടവർ ഓഫ് ജിറാഫ്സ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വവ്വാലുകളുടെ കളക്റ്റീവ് നൗൺസ് നോക്കാം. ബാറ്റ്സിൻ്റെ കളക്റ്റീവ് നൗൺസ് നോക്കാം. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹൈവേ സൈഡുകളിലൊക്കെ പോകുമ്പോൾ ഓരോ മരത്തിലും ഒരു കൂട്ടം വവ്വാലുകൾ ഇരിക്കുന്നത് കാണാം. ഒരു കോളനി പോലെയാണ് ഈ വവ്വാലുകൾ മരത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? എ കോളനി ഓഫ് ബാറ്റ്സ് എന്ന് പഠിക്കാം. അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹൈവേ കൂടി പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിൽ വലിയ മരങ്ങളിലൊക്കെ എന്താണ്? ഒരു കൂട്ടം വവ്വാലുകൾ അടുത്തടുത്തായിട്ട് കോളനി പോലെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വവ്വാലുകളുടെ കൂട്ടത്തെ നമുക്ക് അതുകൊണ്ട് എങ്ങനെ പറയാം? എ കോളനി ഓഫ് ബാറ്റ്സ് എന്ന് പഠിക്കാം. അപ്പോൾ എന്താണ്? നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹൈവേ സൈഡുകളിലൊക്കെ പോകുമ്പോൾ ഓരോ മരത്തിലും ഒരു കൂട്ടം വവ്വാലുകൾ ഇരിക്കുന്നത് കാണാം. ഈ കൂട്ടങ്ങൾ ഇവരെല്ലാം എന്താണ്? അടുത്തടുത്തൊരു കോളനി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? വവ്വാലുകളുടെ കൂട്ടത്തെ അല്ലെങ്കിൽ വവ്വാലുകളുടെ കളക്റ്റീവ് നൗണായിട്ട് എന്ത് വിളിക്കാം? കോളനി എന്ന് വിളിക്കാം. എ കോളനി ഓഫ് ബാറ്റ്സ്. മാത്രമല്ല നമ്മൾ ഈ മരത്തിലുള്ള വവ്വാലുകളെ നോക്കുമ്പോൾ നമുക്ക് മേഘങ്ങൾ കൂടി കാണുവാൻ സാധിക്കുമല്ലോ. കാരണം നമ്മൾ മുകളിലേക്കല്ലേ നോക്കുന്നത്. മേഘങ്ങൾ കൂടി കാണുവാൻ സാധിക്കുന്നത് കൊണ്ട്
ക്ലൗഡ് എന്നുകൂടി വവ്വാലിന് കളക്റ്റീവ് നൗൺ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. അപ്പം എന്താണ്, നമ്മൾ മരത്തിലോട്ട് നോക്കുകയാണ്, മരത്തിലല്ലേ ഇതൊക്കെ കിടക്കുന്നത്, തൂങ്ങിക്കിടക്കുന്നത്. അപ്പം നമ്മൾ മരത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തും കൂടി കാണാം, മേഘങ്ങൾ കൂടി കാണാം. അപ്പം മേഘത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കായ ക്ലൗഡ് കൂടി നമുക്ക് ഇതിലെടുക്കാം. അപ്പം എന്താണ്, ക്ലൗഡ് എന്നൊരു കളക്റ്റീവ് നൗണും കൂടി എന്തിനുണ്ട്, വവ്വാലിനുണ്ട്. അപ്പം എ കോളനി ഓർ ക്ലൗഡ് ഓഫ് ബാഡ്സ് എന്നാണ് എന്താണ് വവ്വാലിൻ്റെ കളക്റ്റീവ് നൗൺസ്. അപ്പം എന്തൊക്കെയാണ്, എ കോളനി അല്ലെങ്കിൽ ക്ലൗഡ് ഓഫ് ബാഡ്സ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കരടിയുടെ ബിയറിൻ്റെ കളക്റ്റീവ് നൗൺ നോക്കാം. നമുക്കറിയാം കരടികൾ എങ്ങനെയുള്ളവരാണ്, ഭയങ്കര തടിയന്മാരാണ്. ഒരുപാട് തടിയുള്ളവർക്ക് നടക്കാനും ഓടാനും ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഭയങ്കര തടിയുള്ള കരടി നടക്കുന്നതും വളരെ സ്ലോ ആയിട്ടായിരിക്കുമല്ലോ. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. സ്ലോത്താണ് കരടിയുടെ കളക്റ്റീവ് നൗൺസ്. അതായത് ബിയർ അല്ലെങ്കിൽ കരടിയുടെ കളക്റ്റീവ് നൗൺസ് എന്താണ്, സ്ലോത്ത് എന്നാണ്. കാരണം കരടി എന്താണ്, വലിയ തടിമാടന്മാരാണ്, തടിയുള്ളവരാണ് കരടികൾ. അപ്പോൾ ആ കരടികൾക്ക് വളരെ വേഗം ഓടാനോ നടക്കാനോ ഒന്നും പറ്റില്ലെന്ന് നമ്മൾ പഠിച്ചാൽ മതി. ഒന്ന് സ്ലോ ആയിട്ട് മാത്രമേ കാരണം അവർക്ക് തടിയുള്ളത് കൊണ്ട് അവർക്ക് വളരെ സ്ലോ ആയിട്ട് മാത്രമേ നടക്കാനും ഓടാനും ഒക്കെ പറ്റൂ എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അതുമായി കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം സ്ലോത്ത്. സ്ലോയെ ഓർത്ത് വെച്ചാൽ നമുക്ക് അതുമായി കണക്ട് ചെയ്ത് എന്ത് പഠിക്കാം, സ്ലോത്താണ് കരടിയുടെ കളക്റ്റീവ് നൗൺ എന്ന് പഠിക്കാം. എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ്. ഇനി നമുക്ക് അടുത്തതായിട്ട് സീബ്രാസിൻ്റെ കളക്റ്റീവ് നൗൺ നോക്കാം. നമുക്കറിയാം ഈ സീബ്രയുടെ ദേഹത്തൊക്കെ കുറേ കറുത്ത വരകളുണ്ട്. ഇത് അതിൻ്റെ ഒരു സീലാണെന്ന് ഓർത്ത് വെക്കുക. എന്താണ്, സീബ്രയുടെ ദേഹത്തൊക്കെ കറുത്ത വരകളുള്ളത് നമുക്കറിയാം. ഇത് അതിൻ്റെ ഒരു സീലാണെന്ന് ഓർത്ത് വെക്കുക. എ സീൽ ഓഫ് സീബ്രാസ് ആണ് സീബ്രയുടെ കളക്റ്റീവ് നൗൺ. അപ്പം എന്താണ്, നമുക്കറിയാം ഈ സീബ്രയുടെ ദേഹത്തൊക്കെ എന്തുണ്ട്, കുറേ കറുത്ത വരകളുണ്ട്. ഇത് അതിൻ്റെ ഒരു സീലാണെന്ന് ഓർത്ത് വെക്കുക. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം എ സീൽ ഓഫ് സീബ്രാസ്. ഇനി നമുക്ക് അതുപോലെ ഡാൻസ് ട്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്, ഡാൻസ് ട്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തെ നമുക്ക് എന്ത് പഠിക്കാം, ട്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പം എന്താണ്, നമ്മൾ ഡാൻസ് ട്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അതുമായി കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തെ എന്ത് വിളിക്കാം, ട്രൂപ്പ് എന്ന് വിളിക്കാം. അതുപോലെ ആക്ടേഴ്സ്, ആർട്ടിസ്റ്റ്സ് എന്നിവരുടെ എന്താണ് കളക്റ്റീവ് നൗണും അല്ലെങ്കിൽ എന്താണ് ട്രൂപ്പാണ്. അപ്പോൾ എന്താണ്, ഡാൻസ് ട്രൂപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ട്രൂപ്പ് എന്ന് വിളിക്കാം. അതുപോലെ ആക്ടേഴ്സിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും ഒക്കെ കളക്റ്റീവ് നൗൺ ആയിട്ട് എന്ത് വിളിക്കാം, ട്രൂപ്പ് എന്ന് വിളിക്കാം. അതായത് സ്പെല്ലിംഗ് എന്താണ്, TRUPE ആണ്. അതുപോലെ തന്നെ മങ്കീസ്, കുരങ്ങുകളുടെയും കങ്കാരുസ്, കങ്കാരുകളുടെയും പെൻഗ്വിനുകളുടെയും എന്നിവയുടെ കളക്റ്റീവ് നൗണും എന്താണ്, ട്രൂപ്പാണ്. പക്ഷെ സ്പെല്ലിംഗ് നോക്കുക, TROOP ആണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഡാൻസ് ട്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തെ നമുക്ക് അതുമായി കണക്ട് ചെയ്ത് ട്രൂപ്പ് എന്ന് വിളിക്കാം. അതുപോലെ ആക്ടേഴ്സിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും എന്നിവരുടെ ഒക്കെ കളക്റ്റീവ് നൗൺ എന്ത് തന്നെയാണ്, ട്രൂപ്പാണ്. അതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം മങ്കീസ്, കങ്കാരൂസ്, പെൻഗ്വിൻ എന്നിവയുടെ കളക്റ്റീവ് നൗൺ എന്താണ്, ട്രൂപ്പാണ്. പക്ഷെ സ്പെല്ലിംഗ് നോക്കുക, TROOP ആണ്.